കിടപ്പറ പങ്കിട്ട് നബിയേ, ഇവളെന്നെ ചതിച്ച് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ തൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൽഹാ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? 9.5 മാസം വയറ്റിൽ ചുമന്നിട്ട് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമകന്റെ മയ്യത്ത് സ്വന്തമായി കുളിപ്പിച്ചില്ലേ? വീടിനകത്ത് പുതച്ചു കിടത്തിയില്ലേ? തന്റെ പ്രിയതമൻ വരുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വേദനകൾ മുഴുവനും കടിച്ചമർത്തിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലേ? ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തൽഹ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തൽഹാ, ഇല്ലാ യലമൽ ജസാ മാ യലമൽ ബലാ. ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് പടച്ചവൻ അനുഗ്രഹം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽഹ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ നിനക്കൊരു മകൻ ജനിക്കും തൽഹ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമകൻ ജനിക്കുകയാണ്. ആ പൊന്നുമകൻ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ 12ഓളം ഹാഫിളീങ്ങൾ ഉണ്ടായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പരീക്ഷണം വരുമ്പോൾ തളരല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, ആരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ച നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവനൊരു പരീക്ഷണം തരുമ്പോൾ അതറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പടച്ചവൻ മാരകമായ രോഗങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 9:30 ഇനി ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 2 വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 2 വിഭാഗം കൂടെ പറഞ്ഞു സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം? നഹ്നു നഹ്ഫദുൽ ഖുർആൻ ഇലാ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവരാണ്. പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയവരുണ്ടല്ലോ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, അധികമായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവർ, നമ്മൾ ഓതും ഖുർആൻ വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കണം. വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ ഖുർആൻ കൈകൊണ്ട് തൊടും, എടുത്തു വെച്ച് ഓതാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം മരണ വീട്ടിലേക്ക് ഓതാനൊക്കെ ഒരുപാട് പോയവരാണ്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ച വീട്ടിൽ, വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വന്ന് മുത്തഅല്ലിമീങ്ങളെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. കാരണം ഖുർആൻ ഓതാൻ അവർക്കൊന്നും സമയമില്ല. ഞാനൊക്കെ ഒരുപാട് ഓതാൻ പോയിട്ടുണ്ട്. പിന്നീട് ഒരു അവസരത്തിൽ ചിന്തിച്ച്, ഞാനൊരു വീട്ടിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോ രാത്രി ഞാൻ ഇങ്ങനെ ഇരുന്ന് മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് ഓതുന്നു. മോനാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച്, പടച്ചവനെ, ആ സ്വന്തം മോനില്ലാത്ത ആത്മാർത്ഥത എനിക്കെന്ത്? എന്റെ പ്രിയമുള്ളവരെ, പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ മരിച്ച വീട്ടിൽ മയ്യത്തിൽ ഖുർആൻ ഓതാൻ ഞാൻ എത്രയോ വർഷം പഠിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് പിന്നെ പോയിട്ടില്ല. എന്റെ കഴിവിന്റെ പരമാവധി എന്റെ കൂട്ടുകാരെ ഞാൻ വിടാറുമില്ല. മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതണ്ട എന്നല്ല. നോക്കിയപ്പോ സ്വന്തം മകൻ, അവൻ ഭാര്യയെടുത്ത് കളിച്ച് കുഞ്ഞിനെ എടുത്ത് മടിയിലൊക്കെ വെച്ചോണ്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങള് പാതിരാത്രി, ഒരു പാവപ്പെട്ട വാപ്പ, അല്ലാഹുവേ, ആ വാപ്പ ഇങ്ങനെ കിടക്കാൻ മുഖം കണ്ടാൽ തന്നെ പേടി തോന്നുന്നു. ആ വാപ്പാന്റെ അടുത്തിരുന്ന് രാത്രി 2 മണിക്കൊക്കെ നമ്മളിരുന്ന് ഓതുക. അവൻ ഭാര്യയും മക്കളുമായിട്ട് കളിയും തമാശയും ഫോൺ വിളിച്ച്, സ്വന്തം മോന.
അയാൾക്കില്ലാത്ത ആത്മാർത്ഥ എന്തിന്? ഇപ്പൊ പിന്നെ മുത്തല്ലിമീങ്ങളൊന്നും പോകാറില്ല. ഇപ്പൊ മരിച്ച വീട്ടിലെങ്കിലും മുത്തല്ലിമീങ്ങൾ പോകാറില്ല. കാരണം അവർക്കും അഭിമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അങ്ങനൊന്നും പോകത്തില്ല. അള്ളാഹു നമ്മുടെ മക്കളെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ മരണ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ഖുർആൻ എടുക്കൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, 6 അടി മണ്ണിനകത്ത്, ഈ പള്ളിക്കകത്ത് നിങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ട് 6 അടി മണ്ണിനകത്ത് കൊണ്ട് ഖബറടക്കുമ്പോ എല്ലാരും പിരിഞ്ഞു പോകും. എത്ര സ്നേഹമുള്ള മോനാണെങ്കിലും എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും എന്റെ വാപ്പ ഇരുട്ടത്ത് കിടക്കില്ലല്ലോ, ഒരു വെട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു LED ബൾബെങ്കിലും ഖബറിനകത്ത് കത്തിച്ചു നോക്കും ആരെങ്കിലും? ഒരു മനുഷ്യനും കത്തിച്ചു നോക്കൂല. എല്ലാരും മടങ്ങി പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിനകത്ത് ചോദ്യം ചോദിക്കാൻ 2 മലക്കുകൾ വരും. 2 മലക്കുകൾ ഖബറിനകത്ത് വന്ന് ചോദ്യം ചോദിക്കാൻ വരുമ്പോ ഒരു പ്രകാശിക്കുന്ന മുഖത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഖബറിനകത്തുണ്ടാകും. മലക്കുകൾ ചോദിക്കുമ്പോ പറയും അത്ര, എന്ത് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കാം, അവൻ കടന്നുറങ്ങട്ടെ, അവൻ എന്റെ കൂട്ടുകാരൻ. തലഭാഗത്ത് വന്ന് ചോദിക്കുമ്പോഴും ഈ ചെറുപ്പക്കാരൻ പറയും അത്ര, എന്നോട് ചോദിക്കാൻ. കാലിന്റെ ഭാഗത്ത് വരുമ്പോഴും വന്നിട്ട് പറയും എന്നോട് ചോദിക്കാൻ. ഖബറിൽ ചോദ്യം ചോദിക്കാൻ വിടില്ല. എന്റെ അള്ളാന്റെ റസൂല് പറയുന്ന, നാളെ ഇവിടത്തെ മക്കാമിൽ നിന്ന്, ഖബർസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ചില ആൾക്കാര് തന്റെ തലയിലിരിക്കുന്ന മണ്ണും തട്ടിക്കിട്ട് എഴുന്നേറ്റ് വരുമ്പോ സ്വർഗത്തിലെ വസ്ത്രവും സ്വർണത്തിന്റെ കിരീടവുമായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമ്മുടെ ഖബറിന്റെ തലഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കും. എഴുന്നേറ്റുടനെ പറയും, സമയില്ല, പെട്ടെന്ന് എഴുന്നേക്ക് മോനെ, സമയില്ല, ഇതൊന്ന് ധരിക്ക്. സ്വർഗത്തിന്റെ വസ്ത്രമെടുത്ത് ശരീരത്ത് ധരിപ്പിക്കും. സ്വർണത്തിന്റെ കിരീടമെടുത്ത് തലയിൽ വെച്ചിട്ട് തന്റെ കയ്യും പിടിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലും. പടച്ചവന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലും. ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ നീ ചോദിക്കും, ആരാ മോനെ നീ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. വിളിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിൽ പോയിട്ട് പറയും അത്രേ, പടച്ചവനെ, ഇവന് നീ സ്വർഗം കൊടുക്കണം, ഇവൻ എന്റെ കൂട്ടുകാരനാ, സ്വർഗം കൊടുക്കണം. കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയി റിദ്വാൻ എന്ന മലക്കിനോട് സലാം പറഞ്ഞ് കവാടങ്ങൾ തുറന്നിട്ട് സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ നിന്നെ കൊണ്ടിരുത്തുന്ന ഒരു കൂട്ടുകാരനുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ, ഏറ്റവും നല്ല കൂട്ടുകാരൻ. സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടില് സ്വർണത്തിന്റെ സിംഹാസനത്തിൽ നിന്നെ കൊണ്ടിരുത്തിയിട്ട് നിന്നോട് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആരാന്നറിയോ? നിന്റെ വീടിനകത്ത് പൊടിയടിച്ചിരിക്കുന്ന അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ, അന്റെ 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 പരിശുദ്ധ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഓതാനോ തൊടാനോ പോലും മനസ്സോ സമയമോ ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിന്ന് മാഹിയിലെ പെണ്ണിന് മറുപടി പറയാനും, തലശ്ശേരിയിലെ പെണ്ണിന് മറുപടി പറയാനും, മലപ്പുറത്തെ പെണ്ണിന് മറുപടി പറയാനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പറന്നു നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. എന്റെ പൊന്നുമോരെ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ പള്ളിക്കകത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനെ എടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, ഒന്ന് പഠിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീടിനകത്ത് ടിവിയുടെ അടിയിലിരുന്ന് പൊടിയടിച്ചിരുന്ന് നിനക്കെതിരെ ദുആ ചെയ്യുന്ന, നിനക്കെതിരെ ശപിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കലാമെന്ന് തുറക്കാ മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ചെറുപ്പക്കാരനായ സഹാബി മരണപ്പെടുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകന്റെ സഹാബിയുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. ആ സഹാബി ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാ. പൊന്നുമോരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണ് പാടുന്നതിന് മറുപടി പാടി നടക്കണ്ട പൊന്നുമോരെ, വാശി കാണിക്കേണ്ടത് എന്തിനാണെന്നറിയുവോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ള മോനെ, വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? അന്തല്ലദീ വലദത് ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാസി കാണിക്കേണ്ടത് എപ്പോഴാണെന്നറിയുമോ മോനെ? എന്തിനാണടാ വാസി കാണിക്കേണ്ടതെന്നറിയുമോ? നിന്റെ വീടിനകത്ത് 3 കഷ്ടം തുണിയിൽ നിന്നെ പുതച്ച് കിടത്തുമ്പോൾ എടാ എല്ലാവരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയുമടാ. നീ ജനിക്കുന്ന സമയത്ത് നീ കരഞ്ഞടാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ ഉമ്മ എത്ര കരഞ്ഞവളാണെങ്കിലും, എത്ര വേദന സഹിച്ചവളാണെങ്കിലും, നിന്റെ മുഖം കണ്ടപ്പോ നിന്റെ ഉമ്മ വല്ലാതെ പുഞ്ചിരിച്ചു മോനെ. നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചിരിച്ചടാ. നിന്റെ കൂടപ്പുറപ്പും നാട്ടുകാരും എല്ലാവരും ചിരിച്ചടാ. അവരെല്ലാവരും ചിരിക്കുമ്പോ നീ ഒരുപാട് കരഞ്ഞു മോനെ. നീ കരഞ്ഞു മോനെ. നീ കരയുമ്പോ അവരെല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചടാ. അതുകൊണ്ട് വാസി വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വാസി വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ കരഞ്ഞപ്പോ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചവരുണ്ടല്ലോ, അവരെ എല്ലാവരും ഒരു ദിവസം നിന്റെ മുന്നിൽ വന്ന് നിന്ന് കരയുമടാ. 3 കഷ്ടം തുണിയിൽ നിന്റെ വീടിനകത്ത് നിന്നെ പുതച്ചു കിടത്തുമ്പോൾ അവരെല്ലാരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയും മോരെ. അന്ന് അവരോട് ചോദിക്കണം, ഉപ്പാ ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഞാൻ കരഞ്ഞപ്പോ നീ ചിരിച്ചില്ലേ ഉമ്മ? ഇന്ന് നിങ്ങളെല്ലാം കരയുമ്പോ ഞാൻ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കുന്ന ദിവസം ആകാശം കരയണം മോനെ, ഭൂമി കരയണം മോനെ. പള്ളത്തിലെ ഓരോ മണൽത്തരികൾ പോലും നിനക്കോ നീ മരിച്ചതിന്റെ പേരിൽ കരയണമടാ. ഇവിടത്തെ പുൽച്ചെടികള് കരയണമടാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും കരയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള മനസ്സ് കാണിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നീ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതാനുള്ള മനസ്സ് കാണിച്ചാൽ എന്റെ പൊന്നുമോനെ, നീ മരിക്കുന്ന ദിവസം ഈ പള്ളത്തിലെ പുൽച്ചെടികൾ പോലും നീ മരിച്ചതിന്റെ പേരിൽ കരയുമടാ. ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും പൊട്ടിക്കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് യാത്ര പറയാൻ കഴിയും പൊന്നുമോനെ. രണ്ടാമതായി കിട്ടണ പ്രതിഫലം എന്തെന്നറിയുമോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോവുകയാണ്. മയ്യത്ത് ചുമന്നുകൊണ്ട് പോവുകയാണ്. സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, സന്തൂക്കിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മയ്യത്ത് ചുമന്നത് ആരാണെന്നറിയുവോ? മയ്യത്ത് മലക്കുകളാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചുമന്നത്. എടാ പൊന്നുമോരെ, നിന്റെ മയ്യത്ത് പള്ളം പള്ളിക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ സന്തൂക്കിൽ പിടിക്കേണ്ടത് മലക്കുകളായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതു മുന്നുപോരെ. മൂന്നാമതായി ഖുർആൻ ഓതുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറടക്കാൻ വേണ്ടിയതാ ഖബർ കുഴിക്കുകയാണ്. ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ അടി കുഴിക്കുമ്പോഴും ഖബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. വല്ലാത്ത സുഗന്ധമാണ് പൊന്നുപോരെ. എടാ, നിനക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന മനുഷ്യന് പറയണം, ഈ ഖബറിനകത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമാണ്. എന്തൊരു സുഗന്ധമാണ് ഖബറിൽ നിന്നടിച്ച് വീശുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാർ ഖബർ കുടിച്ചു കൊണ്ടിരുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ. വീട്ടിലേക്ക് ഖബറടക്കിയിട്ട് നടന്നു പോവുകയാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യനതാ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ കരയിലിരിക്കുന്ന മണ്ണങ്ങോട്ട് എടുത്തു നോക്കുകയാണ്. അവിടുന്ന് നോക്കുമ്പോ ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് വേണ്ടി കുടിച്ച ഖബറിലെ മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയായിരിക്കുകയാണ്. ആ മനുഷ്യനതാ പാതിരാ
രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ ഖബർ കുഴിച്ച മനുഷ്യന് സ്വപ്നം കാണുമ്പോൾ അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോ ആകാശവും ഭൂമിയും പൊട്ടിക്കരഞ്ഞല്ല സഅദേ? നിന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുവന്നത് മലക്കുകളാണല്ലോ. നിന്റെ മയ്യത്ത് ഖബറടക്കാൻ കുഴിക്കുമ്പോ ആ ഖബറിൽ നിന്ന് സുഗന്ധമടിച്ചു വീശിയല്ലോ. ആ ഖബറിലെ മണ്ണ് പോലും കസ്തൂരിയായിരിക്കുന്നല്ലോ. ഇത്ര വലിയ മഹത്വം കിട്ടാൻ സഅദേ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതാ തയ്യാറാകുമോരെ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു പൊന്നുപോരെ. മയ്യത്ത് ചുമന്നത് മലക്കുകളാ പൊന്നുപോരെ. ഖബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശി പൊന്നുമോരെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എല്ലാവരെയും അറിയാം. ഏത് സീരിയൽ നടിയെ കുറിച്ച് ചോദിച്ചാലും എന്റെ പെങ്ങൾക്കറിയാം. ഏത് സീരിയൽ നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാലും എന്റെ ഉമ്മയ്ക്കറിയാം. എന്തെല്ലാം കഥകൾ ചോദിച്ചാലും, ഏത് നോവലിനെ കുറിച്ച് ചോദിച്ചാലും, ഏത് സിനിമാ താരത്തെ കുറിച്ച് ചോദിച്ചാലും എന്റെ പള്ളത്തുള്ള പെങ്ങൾക്ക് പറയാ വല്ലാത്ത സന്തോഷമാണ്, പറയാൻ വല്ലാത്ത സന്തോഷമാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് നീ പരാതി പറയല്ലേ. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുമോ? നഫീസത്ത് മാലയൊന്നെടുത്ത് വെച്ചോതാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരിയായിരുന്നു, നിന്നെക്കാളും സൗന്ദര്യമുള്ളവളാ, നിന്നെ പോലെ വികാരമുള്ളവളാ, പച്ചമാംസവും ശരീരവുമുള്ള പെണ്ണായിരുന്നു. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിനെ കുറിച്ചുള്ള ആയത്ത് ഓതുകയാണ്, അദാബിനെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുകയാണ്. തന്റെ വീട്ടിലേക്ക് പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. തന്റെ കൂരയ്ക്കകത്തേക്ക് കടന്നു ചെന്ന് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്തു മാറ്റുകയാണ്. മുസല്ലയെടുത്ത് മാറ്റി വീടിന്റെ മൂലയിലേക്ക് കടന്നു ചൊല്ലുകയാണ്. മണ്ണ് കുഴിക്കുന്ന ആയുധം എടുത്തു കൊണ്ടുവരികയാണ്. വീടിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് കബറ് കുടിക്കാൻ തുടങ്ങുകയാ. പൊന്നുമോളെ, ഇന്ന് വരെ കബറ് കുടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കബറ് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ പള്ളിക്കാട്ടിൽ പോയിട്ടുണ്ടോ? അവിടെ പോകേണ്ടവളാണെന്ന് നിനക്ക് വിചാരമുണ്ടോ? നിന്നെ പോലെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, വീടിനകത്ത് കബറ് കുടിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രികൾ മുഴുവനും ആരും അറിയാതെ വീടിനകത്ത് കബറ് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. കബറിന്റെ പണി എങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. കുളിച്ചു ശുദ്ധിയാവുകയാണ്. വീടിനകത്തേക്ക് കടന്നു വരികയാണ്. നമസ്കരിക്കാറുള്ള മുസല്ല എടുക്കുകയാണ്. വിളക്കെടുത്തങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. തനിക്ക് വേണ്ടി കുടിച്ചിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ 10,000 റക്അത്തോളം നിസ്കരിക്കുകയാ. 10,000 റക്അത്തോളം സ്വന്തമായി ഖബർ ഖബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം അങ്ങോട്ട് കഴിയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ വീട്ടിൽ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ചിരിക്കുന്ന ഖുർആൻ, ഒന്ന് തുറന്നു നോക്കാത്ത ഖുർആൻ, ഒരു സൂറത്ത് പോലും ഓതാത്ത ഖുർആൻ, ഒരു 10 സൂറത്ത് പോലും ഹൃദയത്തിൽ കൊണ്ടു നടക്കാത്ത പെങ്ങളെ, ഒരു യാസീനെങ്കിലും ഇന്നത്തെ ദിവസം ഓതാത്ത പെങ്ങളെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്നിട്ട് 6000 പ്രാവശ്യം അലിഫ് ലാം മീം, അവിടെ മുതൽ മിനൽ ജിന്നതി വന്നാസ് 6000 പ്രാവശ്യമാ ഖത്തം തോതി തീർത്തത്. 6000 പ്രാവശ്യം ഖബറിനകത്തിറങ്ങിയിരുന്ന് ഓതി തീർക്കുകയാ. എന്റെ പള്ളത്തുള്ള പെങ്ങളെ,
ഒരു പ്രാവശ്യമെങ്കിലും മോളെ നിന്നെ കൊണ്ട് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പർദ്ദ ധരിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നടക്കുകയാണ്. മോളെ എന്തിനാ നീ പർദ്ദ ധരിക്കുന്നത്? ഒരു ഖത്തം നിന്റെ ജീവിതത്തിൽ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കല്ല പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു എന്നും നോമ്പുകാരിയാണ്. രാത്രി ഉറക്കമില്ല, നമസ്കാരവും ഖുർആനും ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കുടുംബക്കാരെ കടന്നു വരികയാണ്. അവിടെ നിന്ന് പറയുന്നു, നഫീസ പട്ടിണി കിടക്കല്ലേ നഫീസ, ഒരു ദിവസമെങ്കിലും ആഗ്രഹാഹാരം കഴിക്ക് നഫീസ, ഒരു രാത്രിയെങ്കിലും ഒന്നുറങ്ങ് നഫീസ, ഇല്ലെങ്കിൽ നീ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, നിന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് പറയുകയാണ്, 30 വർഷക്കാലമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാ. എന്താ ചോദിക്കുന്നതെന്നറിയുമോ? പടച്ച റബ്ബേ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാ. നിന്റെ ഖുർആൻ ഓതി എന്നെ മരിപ്പിക്കണേ റബ്ബേ. തന്റെ കുടുംബക്കാര് മടങ്ങി പോവുകയാണ്. ദിവസങ്ങൾ കഴിയുകയാണ്. തന്റെ മരണം അങ്ങോട്ടെടുക്കുകയാണ്. മരണത്തിന്റെ സമയമെത്തുമ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിലേക്ക് പോയി കുളിക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി അവസാനത്തെ കുളിയാണ്. കുളിച്ചിട്ട് തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. തനിക്ക് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്ന കഫൻ തുണി എടുക്കുകയാണ്. കഫൻ തുണി എടുക്കുകയാ. സ്വന്തമായിട്ട് കുടിച്ചിട്ട് കബറിന്റെ ഓരത്ത് പോയിട്ട് കാത്തു കിടക്കുകയാണ്. ആ അവസരത്തിൽ അതാ ആകാശത്തിന്റെ കവാടങ്ങൾ കീറി മുറിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് സലാം പറഞ്ഞ് സ്വീകരിക്കുകയാണ്. ഒന്നാമത്തെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ കണ്ടുമുട്ടുന്ന ദിവസം നോമ്പുകാരിയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. ഇസ്രായേൽ അലൈഹിസ്സലാം വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല പെങ്ങളെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണങ്ങോട്ട് നിറയുകയാ പോരെ. ആ അവസരത്തിൽ അതാ മലക്കുകൾ കടന്നു വരികയാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ കടന്നു വന്നിട്ട് പറയുന്നു, മലക്കുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഏ നഫീസ, കരയണ്ട നഫീസ, വേദനിക്കണ്ട നഫീസ, ദുഃഖിക്കണ്ട നഫീസ, നോക്ക് നഫീസ, നിന്റെ റൂഹിനെ സ്വീകരിക്കാൻ മലക്കുകൾ തിക്കും തിരക്കുമാണ് നഫീസ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അങ്ങോട്ട് സ്വാഗതമരുളുകയാണ്. മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. തന്റെ ഒന്നാമത്തെ ആഗ്രഹം നടന്നിരിക്കുകയാ. നോമ്പുകാരിയായി മരിക്കണമെന്ന് ആഗ്രഹം നടന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? കബറ് കുടിച്ചിട്ട് കബറിനകത്തിറങ്ങിയിരുന്ന് 6000 പ്രാവശ്യം ഓതി തീർത്ത പരിശുദ്ധ ഖുർആൻ ഓതി മരിക്കണമെന്നാണ് രണ്ടാമത്തെ
ആഗ്രഹം തന്റെ മരണം അങ്ങോട്ട് എടുക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണ്, അല്ലാഹുവിന്റെ കലാം എടുക്കുകയാ. എന്നിട്ട് എന്റെ പെങ്ങളെ ഒരായത്തോതുകയാ മോളെ, ഒരായത്തോതുകയാ മോളെ. മരിക്കുമ്പോ ആയത്തോതി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനെന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഇന്ന് വീട്ടിലേക്ക് മടങ്ങി പോകടേ, ഒന്നുമെടുത്തിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ച് കളയണം. എന്നിട്ടൊരു സൂറത്തോതണം. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ അറിവില്ലാതെ പ്രവർത്തിച്ചതാണല്ലാ, പൊറുത്തു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ. നഫീസത്തുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മരണമെടുത്തപ്പോ ഒരായത്തോതിയിട്ടാ മരിച്ചുപോയത്. ഏതായത്താ ഓതിയതെന്നറിയുമോ? ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് മരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച് സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ കിരീടം നിന്റെ തലയിൽ വെച്ചിട്ട് നിന്റെ കൈ പിടിച്ചുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ ചെന്നിട്ട് അല്ലാഹുവേ ഇവക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നിന്നെ സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തുന്ന ഖുർആൻ ഓതാൻ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവർ ഇവർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. ഒരേ ഒരു കാര്യം. ഈ കാര്യം എന്താ? ഈ കാര്യം ഒന്നാമത് ഞാൻ പറഞ്ഞു, എന്തുണ്ടായാലും ക്ഷമിക്കണം. വിപത്തുകൾ ഉണ്ടാകുമ്പോ ക്ഷമിക്കണം. അത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ക്ഷമിക്കുക എന്ന്. രണ്ടാമത് പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉസ്താദെ. എങ്ങനെയെങ്കിലും വാട്സപ്പിൽ നെറ്റൊക്കെ നോക്കി കിടക്കുമ്പോ തന്നെ 2 മണിയാകും. പിന്നെ എഴുന്നേറ്റ് വലിയ ബുദ്ധിമുട്ടാ, വേണ്ട. 3, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിനക്ക് ക്യാൻസർ രോഗമാണെന്ന് അറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയും. അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. 4, പരിശുദ്ധ ഖുർആൻ ഓതണം. അതും ബുദ്ധിമുട്ടുള്ള കാര്യം. പോട്ട്. ഈ 4 കാര്യം പോട്ട്. എളുപ്പമുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ 4 കാര്യം കളഞ്ഞാലും ഇനി എളുപ്പമുള്ള ഒരു കാര്യം പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്ർ പറഞ്ഞ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്ർ പറഞ്ഞാൽ മതി, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാം. ഇതെങ്കിലും ചെയ്തുകൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്യുന്നുള്ളവർ കൈവയ്ക്കും. ഈ ഒരു ദിക്ർ നിത്യമായിട്ട് ചെയ്യുന്നുള്ളവർ ഈ ഒരു ദിക്ർ, അല്ലാഹുവേ പടച്ചവനെ ഈ കൈപൊക്കിയവർക്കൊക്കെ അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാൻ ഭാഗ്യം കൊടുക്കണ പടച്ചവനെ. അല്ലാഹുവേ നാളെ ഹിസാബില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുമ്പോ ഈ കൈപൊക്കിയവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്ർ പറയാൻ പോലും മനസ്സില്ലാതെ കൈപൊക്കാതിരുന്നവരുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ പടച്ചവനെ. ആമീൻ പറയുന്നു. ഇതുപോലും ചെയ്യാത്തവന് പിന്നെ എന്ത് സ്വർഗം? ഇതുപോലും ചെയ്യാത്തവൻ അല്ലാഹുവേ കൈ പൊക്കാത്തവരുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ പടച്ചവനെ. ആമീൻ പറയുന്നേ, ആമീൻ പറയുന്നേ. ഈ ഒരു ദിക്റെങ്കിലും ചെയ്യുന്ന ഒരവസരം കൂടെ ഈ ഒരു ദിക്ർ നിസ്കാരത്തിന് ശേഷം പറയാൻ ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കി. ഇതങ്ങ് ആദ്യമായ പോയായിരുന്നു. ഇതാദ്യം ഇതങ്ങനെ ചില അങ്ങനെയാണല്ലോ ഉസ്താദെ. ആരൊക്കെ പറഞ്ഞാലും നന്നാവൂല ചില ആൾക്കാർ. ആര് വന്ന് ഉപദേശിച്ചാലും നന്നാക്കാത്ത ചില ആൾക്കാരുണ്ട്. ശൈത്താന്റെ കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. മൂസാ നബി ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ശൈത്താൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, മൂസ, ഞാൻ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തു പോയി.
എനിക്കൊന്ന് പശ്ചാത്തപിക്കാൻ വല്ലാത്ത ആഗ്രഹം, എനിക്കൊന്ന് തൗബ ചെയ്യണം. ഞാൻ ദുആ ചെയ്താൽ ചിലപ്പോൾ അള്ളാഹ് സ്വീകരിക്കില്ല. നീ പ്രവാചകനാണല്ലോ, പ്രവാചകന്റെ ദുആ സ്വീകരിക്കും, നീ ഒന്ന് ദുആ ചെയ്യും. ശൈത്താൻ വന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതം. അള്ളാഹു ശൈത്താൻ നന്നാവുമ്പോ, ശൈത്താൻ തൗബ ചെയ്താൽ പിന്നെ എല്ലാരും നന്നായില്ലേ, എല്ലാരും രക്ഷപ്പെട്ടില്ലേ. മൂസാ നബി ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോ കുറെ കഴിഞ്ഞപ്പം ശൈത്താൻ ചോദിച്ചു, എന്തു പറഞ്ഞു അള്ളാഹ്, എന്തു പറഞ്ഞു എന്റെ തൗബയെ കുറിച്ച്? തൗബ സ്വീകരിച്ചോ ഇല്ലയോ? മൂസാ നബി പറഞ്ഞു, അള്ളാഹ് ഒറ്റ കണ്ടീഷനെ പറഞ്ഞു, ഒരു കണ്ടീഷൻ. ശൈത്താൻ ചോദിച്ചു, എന്താ കണ്ടീഷൻ? അല്ല, ആദം നബിയുടെ ഖബറിന്റെ മുന്നിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കാം. ശൈത്താൻ എന്താ പറഞ്ഞതറിയോ? എന്താ പൊന്ന് ചങ്ങാതി, അള്ളാഹ് നേരിട്ട് എന്നോട് പറഞ്ഞ് ആദം ജീവിച്ചിരുന്നപ്പോ ഒന്നും ചെയ്യാം, അന്ന് ചെയ്തിട്ടില്ല, ഇനി മരിച്ചതിന് ശേഷം പണി നോക്കി പോകാൻ. അതുപോലെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, അവർക്ക് എത്ര പറഞ്ഞാലും എന്തേലും അങ്ങോട്ട് ഇറങ്ങില്ല. പൊന്നു സിറാജ, നീ അല്ല നിന്റെ വാപ്പ കബറിനകത്തുനിന്ന് പറഞ്ഞാലും ഞാൻ കൈവെക്കൂല, നീ പൊക്കണ്ട. ചിലപ്പോ അവിടെ ചെല്ലുമ്പോ ഈ പൊക്കാത്തതിന്റെ പേരിലായിരിക്കും നിനക്ക് നരകം കിട്ടുന്നത്. അള്ളാഹു വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 10 മണി വരെയാണ് എന്റെ സമയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആയും കൂടെ പറഞ്ഞ് സ്വർഗത്തിൽ ഒരു മരവ് നട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു 10 മിനിറ്റ് ഞാൻ സംഘാടകരോട് എക്സ്ട്രാ ചോദിക്കുകയാണ്. ഹാരിസിക്കായോടും യൂസഫിക്കായോടും ഒരു 10 മിനിറ്റ് ഞാൻ കൂടുതൽ ചോദിക്കുകയാണ്. ഒരു 10 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. ഒരു കാര്യമെങ്കിലും ഞാൻ പറയാതെ പോയാ ഇവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോയി, ഈ വർഷം വന്നപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുക. ഞാൻ നൗഷാദ് ബാക്കവയും കൂടി അടുത്തൊരു മരണ വീട്ടിൽ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഒന്ന്, എന്റെ വാപ്പയുടെ മയ്യത്ത് നമസ്കരിച്ചത് ഒരു ഹാഫിളായിരുന്നു. അന്ന് മുതലേ ഹാഫിളിങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ മോനെ ഹാഫിളാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഞാനിങ്ങനെ കഅബയിൽ ഉംറയ്ക്ക് പോയപ്പോ ഗാർ ഗുഹയിലേക്ക് 45 മിനിറ്റോളം കഷ്ടപ്പെട്ട് നടന്ന് സുഖമില്ലാതെ അതിന്റെ മുകളിൽ പോയി നോക്കിയപ്പോ എല്ലാവരും ആ ഗുഹയ്ക്കകത്ത് കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. എല്ലാവരും സ്വർഗം ചോദിക്കും, ചിലർ ഈമാൻ കിട്ടി മരിക്കാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളാ ചോദിക്കണം. അപ്പൊ എന്റെ കൂടെ 5 പേരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോ ഒരാൾ സ്വർഗം ചോദിച്ചു, ഒരാൾ ഈമാനോടുകൂടി മരിക്കണമെന്ന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാ ചോദിച്ചത്. അവര് എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ചോദിച്ചത്? ഞാൻ എന്താ ചോദിച്ചെന്നറിയും? അതിനകത്ത് പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ആദ്യം ചോദിച്ചത്, പടച്ചവനെ, ഒരു ഹാഫിളായ മകനെ നീ എനിക്ക് നൽകണേ പടച്ചവൻ. എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു ഹാഫിളായ മകനെ നീ എനിക്ക് നൽകണേ എന്ന് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു. ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നൗഷാദ് ബാക്കവിയും കൂടെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരു ചെറുപ്പക്കാരൻ, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യ മരിച്ചു എന്നറിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കാണാൻ പോയി. ഞങ്ങൾ 2 പേരും കൂടെ കാണാൻ പോയപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, 2 ആൺകുട്ടികളാണുള്ളത്. 13 വയസ്സുള്ള ഒരു മകൻ ഇർഫാൻ, 9.5 വയസ്സുള്ള സുഫിയാൻ എന്ന് പറയുന്ന 2 മക്കൾ. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്, ഉസ്താദെ, ഇതുപോലെ 2 മക്കളെ എനിക്ക് പ്രസവിച്ചു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടു പോയത്. വളരെ അത്ഭുതം തോന്നി. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വീടിനകത്തേക്ക് കയറിപ്പോയപ്പോ അടുത്ത് നിന്ന് ഒരു സഹോദരനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറയാനുള്ള കാരണം? ആ അവസരത്തിൽ ആ ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദെ, ഈ സഹോദരന്റെ മൂത്ത മകൻ, ഈ നിൽക്കുന്ന ഇർഫാൻ എന്ന മകൻ ഹാഫിളാണ്. അവസാനം ഉമ്മയുടെ മയ്യത്ത് പള്ളിക്കകത്തേക്ക് കൊണ്ടുവച്ചപ്പോ, നമസ്കരിക്കാൻ മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചപ്പോൾ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ഹാഫിളീങ്ങൾ ഉണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു. ഈ പയ്യൻ തന്റെ അനിയന്റെ കൈ പിടിച്ചുകൊണ്ട് ഇമാമിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അത്രേ ഉസ്താദെ, ഇതെന്റെ ഉമ്മയുടെ മയ്യത്ത, ഹാഫിളായ ഞാനേ നിന്ന് നിസ്കരിക്കാവൂ, എന്റെ ഉമ്മ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ കയറി നിന്ന് മയ്യത്ത് നിസ്കരിച്ചു. ആ ഹാഫിളായ പൊന്നുമകൻ കയറി തന്റെ ഉമ്മയുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ചിട്ട് ആ പൊന്നുമകൻ ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ ഉമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ കൊണ്ട് വിട്ടവളാണല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ മയ്യത്തിന്റെ മുൻഭാഗത്ത് നിന്ന് കരഞ്ഞ് ദുആ ചെയ്ത് ഉമ്മയുടെ മയ്യത്തിന്റെ മുന്നിലേക്ക് തലകറങ്ങി ബോധരഹിതനായി തളർന്നു വീഴുകയാണ്. തന്റെ ഉമ്മയുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ എടുക്കുമ്പോ ജനങ്ങളാ 13 വയസ്സുള്ള പൊന്നുമകന്റെ ശരീരം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരൻ വന്ന് കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, പടച്ചവൻ എന്റെ പാപം പുറത്തു തരുമോ? എന്റെ പാപം പടച്ചവന് പുറത്തു തരുമോ? ആ സഹോദരനോട് ചോദിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ്,
എന്റെ പൊന്നുമക്കളോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എവിടെയോ പോയി പ്രഭാഷണം കേൾക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് എന്റെ മുന്നിൽ വന്നിട്ട് മൂത്ത മകനെ ഖുർആൻ പഠിപ്പിക്കാൻ വിടണമെന്ന് പറഞ്ഞു. ഞാൻ അനുവാദം കൊടുത്തില്ല. ആ പെണ്ണിന് ഞാൻ അനുവാദം കൊടുത്തില്ല. അവസാനം തമിഴ്നാട്ടിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി, ഒരാഴ്ചയിൽ ജോലിക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ എന്റെ അനുവാദമില്ലാതെ എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ പൊന്നുമകനെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ വിടുകയാണ്. വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്റെ പൊന്നുമകനെ കാണാറില്ല. ഭാര്യയോട് ചോദിച്ചപ്പോൾ എന്റെ അനുവാദമില്ലാതെ പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് എന്റെ ഭാര്യ അടിച്ചത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ അടിച്ചത് എന്റെ പൊന്നുമകനെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടതിന്റെ പേരിലാണ്. ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദേ എനിക്ക് ദേഷ്യം വരികയാ, ഒരുപാട് ഞാൻ ഉപദ്രവിക്കുകയാണ്, തല പിടിച്ചിട്ട് മുടിയിൽ കൊത്തിപ്പിടിച്ച് ഭിത്തിയിലിടിക്കുകയാണ്, മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് വരുന്നത് കണ്ടിട്ട് പോലും ഞാൻ പീഡനം നിർത്തിയില്ല. ഒരാഴ്ചയോളം എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ അതാ പീഡിപ്പിക്കുകയാണ് എന്ന് ഞാൻ അവളെ അടിക്കുകയാ. എന്റെ പൊന്നുമകനെ കൊണ്ട് നിർത്തിയ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. അവസാനം എന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യതാ എന്റെ പൊന്നുമകനെ കൊണ്ടുവിട്ട സ്ഥാപനം പറയുകയാണ്. വണ്ടിക്കകത്തേക്ക് മുടിയിൽ പിടിച്ച് ചവിട്ടി, അടിനാവിക്ക് ചവിട്ടി വണ്ടിക്കകത്തേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വലിച്ചു കയറ്റിയിട്ട് ഞാനതാ പൊന്നുമകൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിലെത്തുകയാണ്. അവസാനമുണ്ടല്ലോ എന്റെ പൊന്നുമകന്റെ കൈ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പൊന്നുമകൻ പറയുന്നു, ഉപ്പാ എന്നെ കൊണ്ടുപോകല്ലേ, ഖുർആൻ പഠിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ഉപ്പാ. ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാ. അതുകൊണ്ട് ഖുർആൻ പഠിക്കണമെന്ന് എന്നെ ഉമ്മ കൊണ്ടുവിട്ടതാ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് 12 വയസ്സുള്ള ആ പൊന്നുമകൻ വാപ്പായുടെ മുന്നിൽ കിടന്ന് കരയുമ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, മോരേ എന്തേടാ നിന്റെ ഉമ്മ ചാവാൻ പോവുകയാടോ, എന്തേ നിന്റെ ഉമ്മ മരിക്കാൻ പോവുകയാടോ എന്ന് തന്റെ പൊന്നുമകനോട് ചോദിക്കുമ്പോ ആ 12 വയസ്സുള്ള ഇർഫാൻ എന്ന പൊന്നുമകൻ പറയുകയാണ്, വാപ്പാ ഇന്ന് വരെ വാപ്പയോട് പറയാത്ത ഒരു സത്യമുണ്ട്, ഇന്ന് വരെ ഉപ്പയോട് പറയാത്ത ഒരു സത്യമുണ്ട്. ഉമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്, ഉമ്മയ്ക്ക് ഇനി അധികം കാലം ജീവിക്കാൻ കഴിയില്ല. ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പാ. ഉമ്മയുടെ മയ്യത്ത് ഒരു ഹാഫിദ് നമസ്കരിക്കണമെന്ന് ഉമ്മാന് വല്ലാത്ത ആഗ്രഹമുണ്ടുപ്പാ. അതുകൊണ്ടാണ് എന്നെ മദ്രസയിൽ കൊണ്ടുവിട്ടത്. എന്റെ ഉമ്മാന്റെ മയ്യത്ത് ഞാൻ നമസ്കരിക്കണം, ഹാഫിദാകണം, എനിക്ക് വല്ലാത്ത ആഗ്രഹമാ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് തന്റെ പൊന്നുമകന് കാലിൽ പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സലിയുകയാ. തന്റെ പൊന്നുമോനെ പഠിക്കാൻ വിട്ടിട്ട് മടങ്ങി വരികയാണ്. തന്റെ ഭാര്യ ക്യാൻസർ പിടിച്ചിട്ട് 3.5 വർഷമായി. തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. തന്റെ മൂത്ത മകനെ വിളിച്ചിട്ടടാ, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു ഹാഫിദ് വേണം മോനെ, നിന്റെ ഉപ്പാന് ഖുർആൻ ഓതാൻ അറിയില്ലടാ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലടാ, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നീ ഹാഫിദാകണമെന്ന് പറഞ്ഞ മകനെ പഠിക്കാൻ വിടുകയാണ്. തന്റെ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ അനിയനും പഠിക്കാനുള്ള മോഹമുണ്ടാവുക. രണ്ടാമത്തെ മകനെയും ഖുർആൻ പഠിപ്പിക്കാൻ വിടുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് എന്റെ ഭാര്യ മരിച്ചിട്ട് 7 ദിവസമേ ആയുള്ളൂ, എന്റെ പ്രിയപ്പെട്ടവള് മരിച്ചിട്ട് 7 ദിവസമേ ആയുള്ളൂ. ഇന്ന് ജുമാ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ എന്റെ ഈ 2 മക്കളുണ്ടല്ലോ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ ഖബറിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഉമ്മയുടെ ഖബറിനടുക്കലേക്ക് 2 മക്കളും കൂടെ വാപ്പാന്റെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് ഉമ്മയുടെ ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഖത്തം തീർക്കുകയാണ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 7 ദിവസം കൊണ്ട് ആ ഹാഫിലായ 13 വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ, ഉമ്മയുടെ ഖബറിലേക്ക് 4 ഖത്തമാ ഓതി തീർത്തത്. രണ്ടാമത്തെ 9.5 വയസ്സുള്ള മോനുണ്ടല്ലോ, അവന് 10 ജുസുവാ കാണാതെ പഠിച്ചത്. തന്റെ ഉമ്മയ്ക്ക് വേണ്ടി 7 ദിവസം കൊണ്ട് 1 ഖത്തമാ ഓതി തീർത്തത്. എന്നിട്ടും ആന്റെ ഖബറിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുവേ എന്റെ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോൾ ഉസ്താദേ, എനിക്കും അങ്ങ് മരിച്ചാ മതി ഉസ്താദ്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ. എന്റെ മയ്യത്തി ഹാഫിലായ മക്കള് നമസ്കരിക്കുമല്ലോ, എന്റെ ഖബറിന്റെ ഭാഗത്തും ഈ മക്കള് വന്ന് ദുആ ചെയ്യുമല്ലോ. അവസാനം ഇറങ്ങി പോകുമ്പോ 9.5 വയസ്സുള്ള സുഫിയാൻ എന്ന് പറയുന്ന ആ ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് ഉസ്താദേ ദുആ ചെയ്യണേ. ഭാഗവി ചോദിച്ചു, മോനെ തമാശയ്ക്ക് പുഞ്ചിരിക്കുന്നോടെ എന്താണടാ നിന്റെ ആഗ്രഹമെന്ന് സമാധാനിപ്പിക്കാൻ ചോദിക്കുമ്പോ ആ 9.5 വയസ്സുള്ള മകൻ പറഞ്ഞ വാക്കാട് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്. ആ പ്രിയപ്പെട്ട മോൻ പറയുന്നു, ഉസ്താദ് എന്റെ ഉപ്പാര് ഖുർആൻ ഓതാൻ അറിയില്ല, എന്റെ